അസ്സലാമുഅലൈക്കും. പരിശുദ്ധമായിരുന്ന അറേബ്യ എന്ന പ്രശാന്തമാണ്. അറേബ്യക്കുന്നൊരു പുതിയ ഭരണാധികാരിയുണ്ട്. സൗന്ദര്യത്തിന്റെ നൂറുമിനി അഴകാണ്. ആ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാകും. അതൊരു സംസ്കാരമായി മദീനയിൽ ഒഴുകി പറന്നുകൊണ്ടിരുന്നു. മക്ക മടിച്ചിരുന്ന സമയത്ത് രണ്ടു കൈകൾ നീട്ടി അതിന്റെ ആവേശപൂർവ്വം സ്വീകരിക്കുമായിരുന്നു മദീന. അതിന്റെ കുള്ളിരണ്ടൊക്കെയാണ് ഇന്ന് മദീന. രണ്ടുപേരതാ ആ തെരുവിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ മദീനയുടെ വാനമ്പാടി ബിലാൽ, മറ്റേയാൾ ഗിഫായി ഗോത്രത്തിലെ സമുന്നതൻ അബൂദറാണ്. രണ്ടുപേരുടെ തർക്കം ഒരൽപ്പം മധുരവിട്ടു. അബൂദർ ഗിഫാവിന്റെ വാക്ക് ഉള്ളിൽ നിന്നും തിക്കിത്തിരക്കി നാവിലൂടെ എടുത്തു ചാടി. അത് കൈവിട്ടുപോയി. കറുത്തോടെ പുത്ര എന്ന വാക്കേറ്റ് ബിലാറിൽ നിന്നിരുന്ന കറുത്ത മനുഷ്യൻ ചാട്ടിലേറ്റപ്പോലെ പിടഞ്ഞു. ബിലാറിൽ നിന്ന് ആദ്യമായി കേൾക്കുന്ന തെറിയല്ല ഇത്. ജീവിതത്തിന്റെ സിംഹഭാഗം ഈ വാക്ക് കേട്ടാണ് ബിലാർ വളർന്നത്. പിന്നെ എന്തേ ബിലാറിനക്ക് നൊന്തതാ. ഉടനെ ബിലാറിനെ തിരിഞ്ഞാണ് മദീന പള്ളി ലക്ഷ്യം വെച്ച് ആണി നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കിതച്ചു നിന്നു അബൂദർ. ബിലാർ പോകുന്നത് സംസ്കാരത്തിന്റെ രാജഗുരുവായി മുത്തനബിയുടെ സമീപത്തേക്ക് ഏത്തോടെ തന്നെ സങ്കടം മോദിപ്പിച്ചു. യാ റസൂലല്ലാഹ്, എന്നെ കറുത്തോടെ പുത്ര എന്ന് വിളിച്ചു നബിയെ. തിരുദൂതരുടെ മുഖഭാവം മാറി. മുഖത്ത് നോക്കാനാവാതെ അബൂദർ തലതാഴ്ത്തി. യാ അബാദർ, ജാഹിലിയ്യ കാലത്തിന്റെ ആദമബോധം ഇനിയുമുണ്ടോ ആ മനസ്സിൽ? നബിയുടെ ശബ്ദം അബൂദറുടെ ചെവിയിൽ ഇടനാന്തമായി പെയ്തു. മുഖത്തെ രക്തയോട്ടം നിലച്ചു. ഒന്നും വരേണ്ടാകല അബൂദർ ഇറങ്ങി നടന്നു. കൂടെയായി ബിലാൽ വളർന്നുണ്ട്. ബിലാലിനോട് പ്രതിക്രിയ ചെയ്യുന്നതിന് വേണ്ടി മുന്നേറക്കത്തിൽ പോകുന്ന വഴിയിൽ കവളി ചേർത്ത് കിടന്നു. അപ്പോൾ ആശങ്കയോടെ ചോദിച്ചു, എന്താണിത് അബൂദർ? അതിന്റെ മറുപടി ഒരു കരച്ചിലായിരുന്നു. പ്രിയപ്പെട്ട അബൂദർ, തങ്ങളുടെ കറുത്ത കാലുകൊണ്ട് ഈ വെളുത്ത കവളി ചവിട്ടു ബിലാൽ. എന്താണിത് അബൂദർ? ഇല്ല, താങ്കൾ എന്റെ കവളി ചവിട്ടിയിട്ടല്ലാതെ ഞാനിവിടെ ഒന്നും എന്നേക്കില്ല. എന്റെ ഉള്ളിലെ അധമ ബോധം നശിക്കട്ടെ. ബിലാറിന്റെ കൺകളിൽ നിന്നും ചൂട് ബാഷ്പം അണപ്പൊട്ടി കുനിഞ്ഞു നിന്ന് ആ വെളുത്ത കവളി അമർത്തിച്ചു. പ്രിയപ്പെട്ട അബൂദർ, ഈ കവള എനിക്ക് ചവിട്ടാനുള്ളതല്ല, മുത്തമക്കാനുള്ളതാണ്. ആ രണ്ടുപേരും ഗാഠമായി ആശ്ലേഷിച്ചു. ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.